നമസ്കാരം. പാലിയത്തുകാവിലെ സമര സഖാക്കളുടെ മുമ്പിൽ മുട്ടുമടക്കി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറയാതെ വയ്യ. ഇന്നലെ രാത്രി നടന്നത് അതിഗംഭീരമായിട്ടുള്ള പല നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ്. അതായത് നമുക്കറിയാം, ഇന്നലെ സഭ പിരിഞ്ഞിരിക്കുകയാണ്. ഇനി 29-ാം തീയതിയാണ് സഭ വീണ്ടും ആരംഭിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ പോലീസ് എത്തി, അഡ്വക്കേറ്റ് കമ്മീഷൻ എത്തി, ആ പട്ടികജാതി ഉന്നതിയിൽ കയറി നിരങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ പാവങ്ങളുടെ നെഞ്ചത്തിനിയും ബൂട്ടിട്ട് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇന്ന് സഭയില്ലാത്ത ദിവസമാണ്. അവിടെ പിണറായി വിജയനും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും എത്തുമെന്ന് നന്നായി സതീശൻ അറിയാമായിരുന്നു. അതുകൊണ്ട് സതീശൻ ഇന്നലെ തന്ത്രപരമായിട്ടൊരു കളി കളിച്ചു. എന്ത് കളിയാണ്? അതായത് റോജി എം ജോണിനെയും സ്ഥലം MLA ആയിട്ടുള്ള VP സജീന്ദ്രനെയും കളക്ടറുടെ ചേംബറിലേക്ക് അയക്കുന്നു. അവിടെ അവരൊരു ചർച്ചയൊക്കെ നടത്തുന്നു. ശേഷം മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുന്നു, നാളെ അവിടെ ഒഴിപ്പിക്കാനൊന്നും വരില്ല, അങ്ങനെ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളൊക്കെ അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് രേഖപ്പെടുത്തുന്നു. എന്നാൽ പാലിയത്തുകാവിലെ ആ പട്ടികജാതി ഉന്നതിയിൽ താമസിക്കുന്ന ജനങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഇപ്പോഴും ആശങ്കയാണ്. കാരണം കോൺഗ്രസിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞാൽ പഴയ ചാക്ക് പോലെയാണ്. അവർക്ക് നന്നായിട്ട് അറിയാം. കഴിഞ്ഞ തവണ പോലും സമരം നടത്തി അവർ പിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് ഇവരെ അതിക്രൂരമായിട്ട് ആക്രമിക്കുന്നത്, അവിടെ ഒരു നരനായാട്ട് അഴിച്ചുവിടുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്തവന്മാരാണ് ഇവരെന്ന് നന്നായി അറിയാം. മാത്രമല്ല, കഴിഞ്ഞ 15 വർഷം ആ സ്ഥലത്തെ MLA ആയിട്ടിരുന്ന വ്യക്തിയാണ് VP സജീന്ദ്രൻ എന്ന് പറയുന്നത്. ഒരു ടേമിൽ മാത്രമാണ് അവിടെ LDF-ന് സീറ്റ് കിട്ടിയിട്ടുള്ളൂ. ആ സീറ്റ് കിട്ടിയപ്പോൾ മാത്രമാണ് അവർ അവിടെ ഒരു സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിയിട്ടുള്ളൂ. മാത്രമല്ല, ഈ ഇത്തരം ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ VP സജീന്ദ്രൻ എന്ന് പറയുന്ന അവിടുത്തെ MLA അങ്ങോട്ടേക്കൊന്ന് ഇറങ്ങി ചെല്ലുകയോ ആ ജനങ്ങളെ കേൾക്കാൻ ഒന്ന് കൂട്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അന്ന് അവർ അവിടെ അടികൊണ്ട് പോലീസിന്റെ ബൂട്ടിന്റെ ചവിട്ടേറ്റ് ലാത്തിക്കടിയേറ്റ് അവിടെ അതിക്രൂരമായി മർദ്ദനമേൽക്കുമ്പോൾ തലേ തൊപ്പിയൊക്കെ വെച്ച് ചിരിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു VP സജീന്ദ്രൻ അങ്ങ് സഭയിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. മൂപ്പരെയൊക്കെ ജയിപ്പിച്ചിട്ട് ആളുകൾ വേണം ആദ്യം അടിക്കാൻ എന്നുള്ളതാണ്. എന്തോ ആവട്ടെ, അപ്പോ ഈ VP സജീന്ദ്രനും റോജി എം ജോണും ഒക്കെ ഇങ്ങനെ പറയുകയാണ്. അതായത് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. പക്ഷെ സഖാക്കൾക്ക് നന്നായി UDF-ന് അറിയാമല്ലോ. കാരണം മുത്തങ്ങയിലൊക്കെ അവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കർണാടകയിൽ യലഹങ്കയിൽ ബുൾഡോസർ രാജൊക്കെ നടത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് സഖാക്കൾ വലിയ രീതിയിലുള്ള അവിടെ ഇന്നൊരു കവചം ഒരുക്കിയിരിക്കുന്നു എന്നതാണ്. അവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സതീഷ് സഖാവ് അടക്കം, അതുപോലെ തന്നെ ശാന്തകുമാരി നമ്മുടെ കോങ്ങാടിലെ മുൻ MLA ആണ്, അതുപോലെ തന്നെ അവിടുത്തെ നിലവിലെ MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ, അതുപോലെ NC മോഹനൻ, അരുൺകുമാർ, അങ്ങനെ എല്ലാ നേതാക്കളും ഇന്ന് അവിടെ അണിനിരന്നിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇന്ന് വന്ന് ഇവിടെ തേർവാഴ്ച നടത്തിയാൽ മനുഷ്യ കവചം തീർത്ത് ഞങ്ങൾ കഴിഞ്ഞ 15 തവണ എങ്ങനെയാണോ തടുത്തത് ആ രീതിയിൽ തന്നെ തടുക്കും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ മുമ്പിൽ VD സതീശൻ ആകെ പതറിയിരിക്കുകയാണ്. ഇന്ന് അവിടെ പോലീസ് കയറി നിരങ്ങിയാൽ ആ സമരപ്പന്തലിൽ വന്നിരിക്കാൻ പോകുന്നത് പിണറായി വിജയനായിരിക്കും, പ്രതിപക്ഷ നേതാവായിരിക്കും. ഇതൊരു തർക്കമില്ല. ആ ലെവലിലേക്ക് സംഭവം എത്തിക്കഴിഞ്ഞു. ആ രീതിയിലേക്കുള്ള നീക്കങ്ങളിലേക്കൊക്കെയാണ് ഇനി അത് കടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് പിണറായി വിജയൻ ആ സമരഭൂമിയിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ അതിന്റെ സ്ട്രക്ചർ മാറും. പിന്നെ ആ സമരം വിജയം കണ്ടിട്ടേ അവിടെ നിന്ന് പിണറായി വിജയൻ പോവുകയുള്ളൂ എന്നറിയാം. അതുകൊണ്ട് VD സതീശന് ഭയമാണ്. സ്വന്തം ജില്ലയിൽ ഇങ്ങനെ ഒരു നരനായാട്ട് നടത്തിയത് ഒരു അബദ്ധമായി പോയി എന്നൊരു ധാരണ ഇപ്പോ എന്തായാലും സതീശനും സംഘത്തിനും വന്നിട്ടുണ്ട്. സ്വന്തം ജില്ലയിൽ ഇത്തരത്തിൽ ഒരു പോലീസ് അഴിഞ്ഞാട്ടം നടത്തുന്നത് മുഖ്യമന്ത്രി അറിയാതെയാണെന്നൊക്കെ വിശ്വസിക്കാൻ ഇത്തിരി പാടാണ്. മാത്രവുമല്ല, രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അമ്പയെ പരാജയമാണെന്നതായി ഒരൊറ്റ സംഭവത്തിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പമല്ല എന്നും നമ്മളെ കാണിച്ചു തന്നു ഇരിക്കുകയാണ് ഒരൊറ്റ സംഭവത്തിലൂടെ. എന്തായാലും പാലിയത്തുകാവിലെ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഇത് സർക്കാരിന് വലിയ തലവേദന തന്നെയാണ്. VD സതീശൻ എന്ന് പറയുന്ന ഒരു പക്വതയില്ലാത്ത ഈ പൂക്കി കാണിച്ചു കൂട്ടുന്ന ഓരോ കാട്ടിക്കൂട്ടലും സർക്കാരിന് വലിയ വലിയ പണിയായി മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി സതീശനായത് എന്തായാലും LDF-നെ സംബന്ധിച്ച് വലിയ ഗുണമാണ് കേട്ടോ. കാരണം തുടക്കം തന്നെ ഇത് അധികാരത്തിലേക്ക് 3-ാം ദിവസം തന്നെ ഇമാതിരി തെമ്മാടിത്തരമൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അപ്പൊ പിന്നെ വരും ദിവസങ്ങളിലൊക്കെ LDF-നെ സംബന്ധിച്ച് അങ്ങോട്ട് പുതിയ കാരണങ്ങൾ കണ്ടുപിടിച്ച് പോകേണ്ട വരില്ല, ഇങ്ങോട്ടേക്ക് തന്നോളും. അപ്പോൾ സമരങ്ങൾ നടത്തി പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയൊക്കെ എന്തായാലും ഈ സർക്കാരിനെ തുറന്നു കാട്ടാൻ എന്തായാലും LDF-ന് വലിയ എളുപ്പമായിരിക്കും എന്ന കാര്യമൊക്കെ നമുക്ക് ഈ ഒരൊറ്റ സംഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് കൊടും ക്രൂരതയാണ് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എനിക്ക് വലിയ സങ്കടം തോന്നിപ്പോയി. അതായത് പോലീസുകാരിങ്ങനെ അടിച്ച് കൂട്ടുമ്പോഴേ ഈ പിള്ളേരെ കിടന്ന് കരയുന്ന കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളതാണല്ലോ പിള്ളേരൊക്കെ, നമുക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. കാരണം ആ പിള്ളേരുടെ മുമ്പിലിട്ടാണ് അവരെ സ്വന്തം അച്ഛനെയും അമ്മേനെയൊക്കെ തല്ലിച്ചതയ്ക്കുന്നത് പോലീസ്. എന്നിട്ട് ഒരു ചെറിയ രീതിയിലുള്ള പ്രതികരണം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഈ പൂക്കി മുഖ്യമന്ത്രി നടത്തിയോ? ഇല്ല എന്നുള്ളതാണ്.
ഒരു രീതിയിലുള്ള പ്രതികരണം നടത്തുകയോ നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ഇപ്പൊ ഈ പറയുന്ന വി ഡി സതീശിന്റെ മുമ്പിൽ പോയി മൈക്കും ഇങ്ങനെ പിടിച്ച് ഒരു ചോദ്യം ചോദിച്ച് നിങ്ങൾ കേട്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു മാധ്യമങ്ങൾ ഒരു അന്തിച്ചർച്ച നടത്തി നിങ്ങൾ കേട്ടോ? ഇല്ല. അതാണ് വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് LDF ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ അംഗം? നിന്ന് കത്തില്ലായിരുന്നു കേരളം, അല്ലെങ്കിൽ കത്തിയില്ലെങ്കിൽ കത്തിക്കുമായിരുന്നില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ. പക്ഷേ ഇവിടെ ഒന്നുമില്ല. കാരണം എന്താണ്? ഇത് ദളിതർക്ക് വേണ്ടിയുള്ള സമരമാണ്. അതുകൊണ്ട് അങ്ങനെ ആരും ആ ശബ്ദം കേൾക്കേണ്ട എന്ന നിലപാടാണ് മാധ്യമങ്ങളുടേതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ വടശ്ശേരി ദാമോദര മേനോൻ സതീശന് ഈ പട്ടികജാതി ഉന്നതിയിൽ താമസിക്കുന്ന 8ഓളം പട്ടികജാതി കുടുംബങ്ങളിൽപ്പെട്ട ഒരു 100ഓളം ആളുകൾ കിടക്കുന്നുണ്ട്. അവരുടെയൊക്കെ വേദന അറിയേണ്ടതുണ്ടോ? അല്ലെ? അങ്ങനെ അറിയേണ്ടതുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വേദനയൊക്കെ അറിയുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും അങ്ങോട്ടേക്ക് ഓടിയെത്തുമായിരുന്നു. അദ്ദേഹം എത്തിയില്ല. ഇന്ന് അവധിയല്ലേ? ഇന്ന് അദ്ദേഹത്തിന് അവിടെ വരാമല്ലോ, അവരെ സന്ദർശിക്കാമല്ലോ. എന്തുകൊണ്ടാണ് സന്ദർശിക്കാത്തത്? മാത്രമല്ല, അവിടെ സമരം നടത്തുന്ന ആളുകളെ കൂയി വിളിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ കോൺഗ്രസ്സുകാരെയൊക്കെ പറഞ്ഞയക്കുന്നത്. ഈ സമരം ആരംഭിക്കുമ്പോൾ ഇതിൽ കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടായിരുന്നേ, പൊടുന്നനെ അവർ ഇതിൽ നിന്ന് പിൻവലിയായിരുന്നു. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇപ്പൊ കയറിപ്പറ്റാൻ വേണ്ടി സമരം നടത്തുകയാണ്. എന്തിനാണ്? സമരം പൊളിക്കാൻ വേണ്ടിയാണ്. എന്തായാലും അതിശക്തമായുള്ള സമരം അവിടെ നടക്കുകയാണ്. ഇന്നിപ്പോ അവിടെ രാവിലെ സഖാവ് സതീഷ് അവിടെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കേട്ടു. ആ പ്രസംഗം നമുക്കൊന്ന് കാണാം. അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് നമ്മൾ കാണേണ്ടതാണ്. നിലവിലുള്ള MLA കാപട്യമില്ലാത്ത സമീപനം എടുക്കണം, ശരിയായ സമീപനം എടുക്കണം. ഇന്നലെ അദ്ദേഹം അവിടെ മാധ്യമക്കാരോട് പറയുന്നു, ഞങ്ങൾ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചു എന്ന്. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ, ഈ നാട്, ഈ വിഷയം ശ്രദ്ധിക്കുന്നവർ, ഞങ്ങൾ എവിടെയാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയത്? ഞാൻ അതാണ് തുടങ്ങിയപ്പോ പറഞ്ഞത്. ഇവിടെ രൂപീകരിച്ച സമിതി CPM മാത്രമല്ല, CPM അല്ല, നിങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് നിങ്ങളെല്ലാം വിട്ടുപോയി. അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. ഇപ്പൊ സമരം ശക്തിപ്പെട്ടപ്പോ ചില ആളുകൾ കയറിക്കൂടാൻ വരുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിന് വേറെ ഉദ്ദേശമുണ്ട്. ഞങ്ങൾക്കറിയാം എന്താ ഉദ്ദേശം. അത് പറയേണ്ടി വന്നാൽ ഞങ്ങൾക്ക് പറയാനും അറിയാം. അതിലൊന്നും ഒരു പടിയും ഞങ്ങൾക്കില്ല. അപ്പോ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചത് ഞങ്ങളല്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചത് കുന്നത്തുനാടിന്റെ പുതിയ MLA ആണ്, കോൺഗ്രസ്സുകാരനാണ്, അല്ലാണ്ട് ഞങ്ങളല്ല. ശ്രീനിധൻ നേരെ പോ എന്ന നിലയിലാണ് നിന്നിട്ടുള്ളത് എല്ലാ സമയത്തും. സജീന്ദ്രൻ അങ്ങനെയല്ല നിന്നത്. അതുകൊണ്ട് സജീന്ദ്രൻ ജനങ്ങളോട് മാപ്പ് പറയണം. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയണം. എന്റെ നാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളി കുടുംബങ്ങൾക്ക് നേരെ, എന്റെ നാട്ടിലെ പാവപ്പെട്ട ദളിത് കുടുംബങ്ങൾക്ക് നേരെ ഞാൻ MLA ആയി തെരഞ്ഞെടുത്തതിന് ശേഷം പോലീസ് അതിക്രമം നടത്തിയതിൽ ഞാൻ നിരുപാധികം ക്ഷമ ചോദിക്കുന്നു എന്ന് ഈ നാടിനോട് പറയാനുള്ള രാഷ്ട്രീയ അന്തസ്സ് കാണിക്കണം. എന്നിട്ട് വേണം പറയാൻ. അല്ലാണ്ട് CPM-ന്റെ നേരെ കുതിര കയറാൻ വന്നിട്ട് കാര്യമില്ല. CPM കാര്യങ്ങൾ നേരെ പറയുക എന്ന പാർട്ടിയാണ്. നേരെ പറയുന്ന കാര്യങ്ങളെ CPM ചെയ്യാറുള്ളൂ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നിൽക്കും എന്ന് പറഞ്ഞാൽ ആര് വിട്ടിട്ട് പോയാലും ഏറ്റെടുത്ത് നിൽക്കും. അതിന് എവിടം വരെ പോകേണ്ടി വന്നാലും നിൽക്കും എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം എന്ന് കാണണം. അതുകൊണ്ട് ഈ നാടിനോടും ബന്ധപ്പെട്ട ഭരണകർത്താക്കളോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതാണ്. ശരിയായ സമീപനം സ്വീകരിക്കാൻ ഇവിടെ ഉയർത്തിയ ജനകീയ പ്രക്ഷോഭം വിജയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ഗവൺമെന്റിന് ശരിയായ സമീപനത്തിലേക്ക് വരേണ്ടി വന്നത്. ചർച്ചയ്ക്ക് തയ്യാറാകാൻ വന്നു. പോലീസ് കാര്യം തെറ്റാണെന്ന് പറഞ്ഞു. ഈ മന്ത്രിസഭയിലെ പറയേണ്ടവർ പറഞ്ഞിട്ടില്ലെങ്കിലും ചില മന്ത്രിമാർ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഈ ജനകീയ സമരത്തിന്റെ വിജയമാണ്. ഈ സമരം കൊണ്ട് തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ വെമ്പൽ കൊണ്ട പിറവിയെടുത്ത UDF ഗവൺമെന്റിനെ നേരെ നിർത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പാലിയം സമരത്തിന്റെ വിജയം, പാലിയത്തുകാവ് സമരത്തിന്റെ വിജയം എന്നുള്ളത് കാണണം. ഈ നാട്ടിലെ ഭൂമാഫിയെ സംരക്ഷിച്ചതാണ് നിങ്ങളുടെ സമീപനം. ആ സമീപനം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ മുട്ടുമടക്കി തരില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഈ നാടിന്റെ ജനതയും എന്ന് കണ്ടുകൊള്ളണം. അതിന് നിങ്ങൾ വെടിവെക്കുകയോ നിങ്ങൾ ഏത് പ്രയോഗം നടത്തിയാലോ അതിലൊന്നും പേടിക്കുന്നവരല്ല ഞങ്ങൾ.